ഹരി, ആരോപണ വിധേയൻ തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആരെ പഴിചാരിയായിരിക്കും ഈ റിപ്പോർട്ടിൽ വിവരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധേയമായി ഉറ്റുനോക്കിക്കൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു. ഇപ്പോൾ എല്ലാ തെറ്റുകളും അങ്കിത് അശോകിന്റെ തലയിലാണല്ലേ? അമൃത, നമ്മൾ തുടക്കം മുതൽക്ക് തന്നെ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ പൂരം കലക്കലിൽ കൃത്യമായി പങ്കുണ്ടെന്ന് പല വ്യക്തികളും ആരോപിക്കുന്ന, അതിൽ പി വി അൻവറും പ്രതിപക്ഷവും ഒക്കെ ഉൾപ്പെടും, അവരൊക്കെ തന്നെ ആരോപിക്കുന്ന ആരോപണ വിധേയനായിട്ടുള്ള ADGP MR അജിത് കുമാർ തന്നെ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിലെ റിപ്പോർട്ടിൽ എന്തായിരിക്കുമെന്നുള്ളത് നമുക്കൊരു ധാരണയുണ്ടായിരുന്നു തുടക്കം മുതൽക്ക് തന്നെ. അതായത് സർക്കാർ നടപടിയെടുത്തത് കൊണ്ട് തന്നെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനായിരിക്കും മുഴുവൻ വീഴ്ചയും ഉണ്ടായതെന്നുള്ള കണ്ടെത്തലായിരിക്കും അജിത് കുമാർ നടത്തുക എന്നുള്ളത് നേരത്തെ തന്നെ നമ്മളടക്കം പലരും അങ്ങനെ ഒരു സംശയം മുന്നോട്ട് വെച്ചിരുന്നു. അത് ഏറെക്കുറെ ഉറപ്പിക്കുന്നതാണ് ADGPയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായിട്ടും പരിചയക്കുറവ് എന്ന് പറയുന്ന ഒറ്റ കാരണത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതിന്റെ പൂരം കലങ്ങാനുള്ള പ്രധാന കാരണമായി അജിത് കുമാർ അങ്കിത് അശോകിനെ അതിൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് അനുഭവ സമ്പത്തില്ലായ്മയുണ്ട്, പരിചയക്കുറവുണ്ട്, അതാണ് ഈ പൂരം കലക്കലിലേക്ക് നയിച്ചത്. അത് കമ്മീഷണറുടെ ചില ഇടപെടലുകൾ ആ പരിചയക്കുറവ് മൂലമാണ് ഉണ്ടായത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് കുറെ നിയന്ത്രണങ്ങൾ അധികമായി കൊണ്ടുവന്നു. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുവന്ന നിയന്ത്രണങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും ആ നിയന്ത്രണങ്ങൾ ഈ സംഘാടകരെ ബോധ്യപ്പെടുത്താൻ കമ്മീഷണർക്ക് സാധിച്ചില്ല എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് കനത്ത ബന്ദവസാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഈ എഴുന്നള്ളിപ്പൊക്കെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഉദാഹരണമായി എടുത്തു പറയുന്നത് ഈ എഴുന്നള്ളിപ്പ് വരുന്ന സമയത്ത്, കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് വരുന്ന സമയത്ത് വാഹനങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വാഹന ഗതാഗതം ആ സമയത്തേക്കൊന്ന് നിർത്തിവെച്ചുകൊണ്ട് ഈ എഴുന്നള്ളിപ്പിന് പോകാൻ തക്ക ഒരു സുഗമമായ ഒരു ഗതാഗത അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ പോലീസുകാർ ചെയ്യാറ്. പക്ഷെ വാഹനങ്ങൾ കടത്തിവിട്ടു, കൂടാതെ ബാരിക്കേഡുകൾ അവിടെ സ്ഥാപിച്ചു. അതുകൊണ്ട് ആനയ്ക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന നിലയിലേക്ക് അവിടെ ഒരു സാഹചര്യം ഉണ്ടായി. അത് വലിയ രീതിയിൽ ദേവസ്വങ്ങളെ പ്രകോപനം സൃഷ്ടിച്ചു. അതുമാത്രമല്ല, ഇതിന്റെ യോഗത്തിൽ തന്നെ പ്രശ്നമുണ്ടായി. യോഗത്തിൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നു. ഈ പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നതിനാൽ ജനപ്രതിനിധികൾക്കൊന്നും തന്നെ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പൂരം സംഘാടകരും കളക്ടറും കമ്മീഷണറും മാത്രമായിരുന്നു യോഗത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ കർക്കശമായ നിലപാട് കമ്മീഷണർ സ്വീകരിച്ചു. അതായത് പൂരം നടത്തിപ്പിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണ്, പോലീസിനാണ് എന്ന് കമ്മീഷണർ പറഞ്ഞത് ചില്ലറയൊന്നുമല്ല അവിടെ സംഘാടകരെ ചൊടിപ്പിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അക്കാര്യം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. അതായത് പൂർണ്ണമായിട്ടും ഈ പോലീസ് നിയന്ത്രണം ഏറ്റെടുത്തത് ദേവസ്വങ്ങളെ ചൊടിപ്പിച്ചതും പിന്നീട് തുടർന്നുണ്ടായ നടപടികളും വലിയ രീതിയിലുള്ള പൂരം കലക്കലിലേക്ക് തന്നെ നീങ്ങുന്ന സാഹചര്യം എത്തി. അതായത് കൊടകൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റുന്ന സമയത്ത് പോലും കമ്മീഷണറുടെ ഇടപെടൽ ഉണ്ടായി. അത് തടഞ്ഞു. സാധാരണഗതിയിൽ അങ്ങനെ ഒരു തടയൽ ഉണ്ടാകാറില്ലാത്തതാണ്. പക്ഷെ അങ്ങനെ തടയുകയാണ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നടപടി. ദേവസ്വങ്ങളെയും കുറ്റപ്പെടുത്തി ഉള്ള കാര്യങ്ങളാണോ ഈ റിപ്പോർട്ടിൽ പറയുന്നത്, ഹരി? തീർച്ചയായിട്ടും അങ്കിത് അശോക് കഴിഞ്ഞാൽ തൃശൂർ പൂരം കലക്കലിന്റെ അടുത്ത ഉത്തരവാദികൾ ദേവസ്വങ്ങളാണ് എന്നുള്ളതാണ് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിലെ പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുക. അതായത് ദേവസ്വങ്ങൾ ഈ പൂരം നടത്തിപ്പ് തുടർന്നു കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ഈ ദേവസ്വങ്ങൾ അതിന് തയ്യാറായില്ല. അതായത് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, നിയന്ത്രണങ്ങളൊക്കെ തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടാക്കുകയും അവർ പിന്നീട് പൂരം നിർത്തിവെക്കാനുള്ള നീക്കത്തിലേക്ക് പോവുകയും ഒക്കെ തന്നെ ചെയ്തു. അതുകൊണ്ടാണ് പിന്നീട് പന്തലിലെ ലൈറ്റ് അടക്കം ഓഫ് ചെയ്തുകൊണ്ട് പൂരം നിർത്തിവെച്ച് കളക്ടർ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല, സാധാരണ രീതിയിൽ ഈ ജനങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഈ രണ്ട് തരത്തിലുള്ള ക്രൗഡ് ഉണ്ട് എന്നുള്ളതാണ് ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്ന് ആക്റ്റീവ് ക്രൗഡും ഒന്ന് പാസീവ് ക്രൗഡും. അതിൽ ഈ സമരങ്ങളിൽ കാണുന്ന ആക്റ്റീവ് ക്രൗഡ് അല്ല സാധാരണ പൂരങ്ങളിൽ ഉണ്ടാവുക. അവർക്കൊരു പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായാൽ മാത്രം മതി. അവർ ആ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ആ ഒഴുക്കിനൊപ്പം അങ്ങ് നീന്തിക്കോളും. പക്ഷേ ഇത്തവണ അങ്ങനല്ല ഉണ്ടായത്. അനാവശ്യമായി ബാരിക്കേഡുകൾ ഉണ്ടാക്കി, കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി, പോലീസിന്റെ ഇടപെടൽ വലിയ രീതിയിൽ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പൂരം കലങ്കലിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. അങ്കിത് അശോകാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദി, മറ്റൊന്ന് ദേവസ്വങ്ങളാണ്. ഇത്തരത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും അതിൽ ഗൂഢാലോചനയും ബാഹ്യ ഇടപെടലും അട്ടിമറിയും ഒന്നുമില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കും പൂർണ്ണമായ പരിചയ
പരിചയക്കുറവ് തന്നെയാണ് അതിന്റെ വീഴ്ചയിലേക്ക് നയിച്ചതെന്നുള്ള ഒരു കാരണമാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പൂരം റിപ്പോർട്ടിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ആശങ്കയും സംശയവും ഒക്കെ തന്നെ എല്ലാവരും ഉന്നയിച്ച് സുനിൽകുമാറും കെ മുരളീധരനും അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചത്. മാത്രമല്ല മറ്റ് ചില പ്രശ്നങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ പരിചയ കൂടുതലുള്ള പോലീസുകാരുണ്ടാവും പൂരം നടത്തിപ്പിന്, അവരെ ഉൾപ്പെടുത്താത്തതിലും കടുത്ത ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാധാരണ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിമാരൊക്കെ ഉണ്ടാവാറുള്ളതാണ്, പക്ഷെ അവരുടെ സാന്നിധ്യം ഇത്തവണ ഉറപ്പുവരുത്താൻ കമ്മീഷണർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അമൃത.